ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ സുരേഷ് കുമാർ എല്ലാ മാസവും പത്രസമ്മേളനത്തിലൂടെ അതുമല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ യൂട്യൂബ് ചാനലായ വെള്ളിത്തിര വഴി സിനിമകളുടെ ബഡ്ജറ്റ് കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. എന്തായാലും 2 ദിവസം മുമ്പ് നമ്മുടെ രേഖാചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ വേണു കുന്നപ്പള്ളി തന്റെ ചില സിനിമകളുടെ നിർമ്മാണം, ബഡ്ജറ്റ്, കളക്ഷൻ എന്നിവ സംബന്ധിച്ച് ചില ചാനലുകൾക്കും പത്രമാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ നൽകിയിരുന്നു. വേണു കുന്നപ്പള്ളി എന്ന് പറയുന്നത് മാമാങ്കം, ചാവേർ, 2018, മാളികപ്പുറം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ്. അതായത് മലയാള സിനിമാ നിർമ്മാണ രംഗത്തെ പ്രഗത്ഭനായ വ്യക്തി. പ്രധാനമായും വേണു കുന്നപ്പള്ളി വ്യക്തമാക്കിയത് 2018, മാളികപ്പുറം എന്നീ സിനിമകളുടെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങളും പ്രചാരണവുമായിരുന്നു. ഈ 2 സിനിമകൾക്കും 100 കോടി പോസ്റ്റർ പുറത്തു വന്നിരുന്നു. എന്നാൽ 2018മായി പുറത്തു വന്ന കളക്ഷൻ വിവരങ്ങളെല്ലാം, പോസ്റ്ററുകളെല്ലാം തന്നെ സത്യസന്ധമായിരുന്നുവെന്നും അതേസമയം മാളികപ്പുറത്തിൻ്റെതായി പുറത്തു വന്ന, അതായത് 100 കോടി മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്ന രീതിയിലുള്ള പ്രചാരണം തെറ്റായിരുന്നുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2018 തിയേറ്റർ കളക്ഷനായി കളക്ട് ചെയ്തത് 177 കോടിക്ക് മുകളിലായിരുന്നു. ബിസിനസ് ഉൾപ്പെടെ 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മാളികപ്പുറം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കളക്ഷൻ പോസ്റ്റർ വ്യാജമായിരുന്നുവെന്നും ആ ചിത്രം 100 കോടി പോയിട്ട് 75 കോടി പോലും നേടിയിട്ടില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബിസിനസ് ഉൾപ്പെടെ ഏകദേശം 70 കോടിയോളം രൂപ മാത്രമാണ് മാളികപ്പുറം കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ മാത്രമേ ഈ സിനിമ തിയേറ്ററിൽ നേടിയെടുത്തുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വേണു കുന്നപ്പള്ളിയെ പോലെ നിർമ്മാണ രംഗത്ത് സജീവമായ സത്യസന്ധരായ വ്യക്തികൾ ഇതുപോലെ യാഥാർത്ഥ്യം കൃത്യമായി വ്യക്തമാക്കുന്നത് സിനിമാ രംഗത്തെ കളക്ഷൻ സംബന്ധമായ, ബഡ്ജറ്റ് സംബന്ധമായ കുപ്രചരണങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതേസമയം നിലവിൽ കേരളത്തിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രം തന്നെയാണ്. ചിത്രം തിയേറ്ററിലെത്തി 20ാമത്തെ ദിവസം കൂടിയായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമയുടെ 50 കോടി ക്ലബ്ബ് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഔദ്യോഗിക പോസ്റ്ററാണോ അനൌദ്യോഗിക പോസ്റ്ററാണോ എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും ചിത്രം 20 ദിവസം പിന്നിടുമ്പോൾ 50 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ 19 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. 26 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 19 ദിവസത്തെ കേരള കളക്ഷൻ. കുഞ്ചാക്കോ ബോബന്റെ സോളോ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 5ാം പാതിരയായിരുന്നു. ഏകദേശം 41 കോടി രൂപയായിരുന്നു ആ സിനിമ നേടിയെടുത്തത്. അങ്ങനെ മലയാളത്തിൽ 50 കോടി ക്ലബ്ബിൽ എത്തപ്പെടുന്ന നടന്മാരുടെ പട്ടികയിൽ കുഞ്ചാക്കോ ബോബനും എത്തിച്ചേർന്നിരിക്കുകയാണ്. വിജയരാഘവൻ പ്രധാന താരമായി നവാഗതനായ RJ ശരചന്ദ്രൻ സംവിധാനം ചെയ്ത് മാർച്ച് 7 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഔസേപ്പിന്റെ വസിയത്ത്. ചിത്രത്തിൽ ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൻ, കനി കുസൃതി എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ഈ സിനിമയുടെ ആദ്യ 5 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 74 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 5 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് കളക്ഷൻ 80 ലക്ഷം രൂപയുമാണ്. ഇനി തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റുവാൻ പൃഥ്വിരാജ്, മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ എമ്പുരാൻ എത്തിച്ചേരുകയാണ്. ലൂസിഫറിന്റെ 2ാം ഭാഗമായി മാർച്ച് 27 ഈദ് റിലീസായി തിയേറ്ററെത്തുന്ന ഈ സിനിമയുടെ കേരളത്തിലെ ആദ്യ ഷോയുടെ ആദ്യ പ്രദർശന സംബന്ധമായ വിവരങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം റെഗുലർ ഷോ ആരംഭിക്കുന്നത് രാവിലെ 9 മണിക്ക് തന്നെയാണ്. അതേസമയം സിനിമയുടെ ഫസ്റ്റ് ഡേ ഫാൻ ഷോ ആരംഭിക്കുന്നത് രാവിലെ 5:30, 6 മണി റേഞ്ചിലാണ്. തളപതി വിജയിന്റെ ലിയോ കേരളത്തിൽ നേടിയെടുത്ത 12 കോടി എന്ന ഓപ്പണിംഗ് കളക്ഷൻ മറികടക്കാനാകും എന്ന പ്രതീക്ഷയാണ് എമ്പുരാന് നിലവിലുള്ളത്. അതേസമയം എമ്പുരാന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നത് മാർച്ച് 22 എന്ന റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. മാർച്ച് 27 എമ്പുരാൻ എന്ന സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററെത്തുന്ന തമിഴ് സിനിമയാണ് വീരധീര ശൂരൻ. SU അരുൺകുമാർ തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിക്രം, FJ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, തുഷാര വിജയൻ, സിദ്ദീഖ് എന്നിങ്ങനെയാണ് താരങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത് മോഹൻലാലിന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ, അൻവർ റഷീദ് കൂട്ടുകെട്ടിന്റെ ആദ്യ സിനിമയായ ചോട്ടാ മുംബൈ റിലീസ് ചെയ്യപ്പെടുകയാണ്. മണിയമ്പിള്ള രാജു നിർമ്മിച്ച ഈ സിനിമയിൽ സിദ്ദീഖ്, ജഗതി ശ്രീകുമാർ, കലാഭവൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബിജികുട്ടൻ, സായികുമാർ, ഭാവന എന്നിങ്ങനെ വമ്പൻ താരനിരയും അണിനിരന്നിട്ടുണ്ട്. ബിഗ് ബി എന്ന മമ്മൂട്ടി ചിത്രത്തിനൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തുന്ന സിനിമ കൂടിയാണ് ചോട്ടാ മുംബൈ. മെയ് 21 ഈ സിനിമ വീണ്ടും തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.